ഭാഷയുടെ പരിമിതി ഉണ്ട് എന്നുള്ളത് അതിൻ്റെ ഒരാളുടെ കഴിവിൻ്റെ, ഒരാളുടെ വ്യക്തിപരമായ, തികച്ചും വ്യക്തിപരമായ ഒരു കുറവാണ് അല്ലേ? ആ വ്യക്തിപരമായ എൻ്റെ ഒരു കുറവാണ്. ഭാഷ, ഇംഗ്ലീഷ് ഭാഷ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ഭാഷ. എൻ്റെ ഭാഷ മലയാള ഭാഷ നല്ല ഭാഷയാണ്, ആത്മവിശ്വാസമുള്ള ഒരാളാണ് ഞാൻ. ആരില്ല സമൂഹത്തിൽ അവരൊരു മാതൃഭാഷയാണ്. ഭാഷയാണ് എൻ്റെ ഭാഷ എന്ന് പറയുന്നത്, മാതൃഭാഷ എന്ന് കരുതുകയാണ് ഞാൻ. എൻ്റെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ എനിക്ക് പരിമിതിയുണ്ട് എന്ന് നന്നായി തിരിച്ചറിയുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അത് മെച്ചപ്പെടുത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, അത് ഞാൻ ആത്മാർത്ഥമായി ശ്രമിക്കുന്നു. ഇനി ഞാൻ സമൂഹത്തിൽ മെച്ചപ്പെടുത്താം എന്ന് ഞാൻ എന്നെ വിമർശിക്കുന്ന മുഴുവൻ പേരോടും, ട്രോളുന്നവരോടും പരിഹസിക്കുന്നവരോടും ഒക്കെയായി പറയുന്നു. ഒരു വിരോധം നിങ്ങളോടെല്ലാം കൂടെ ഞാൻ പറയും. എൻ്റെ ഒരു കുറവിനെയാണല്ലോ. അപ്പം എൻ്റെ വ്യക്തിപരമായൊരു കുറവിനെ നിങ്ങൾ വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോൾ എനിക്ക് ഞാൻ നിങ്ങൾ എന്നും വിരോധം ഞാൻ പറയുന്നില്ല, ആത്മാർത്ഥമായി പറയുന്നില്ല. പക്ഷേ അതേ ഞാൻ കൂടുതൽ മെച്ചപ്പെടുത്താൻ അത് പ്രാപ്തരാകും. നിങ്ങൾ ഞാൻ എറിയുന്ന നിങ്ങളുടെ കല്ലുകൾക്ക് നന്ദി ഞാൻ പറഞ്ഞത്. ഇനി അത് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് അതെല്ലാം മെച്ചപ്പെടുത്തിയിട്ട് ഞാൻ എനിക്ക് ഈ പറയുന്ന ഏക സിവിൽ കോഡ് പാർലമെൻറ്റ് വരുമ്പോൾ കോൺഗ്രസ്സുകാർ ഒളിച്ചോടിയ ആ ദിവസം അല്ലെങ്കിൽ എനിക്ക് ഭാഷയ്ക്കൊരു പ്രശ്നമുണ്ട്, ഞാൻ എണീക്കുന്നില്ല എന്ന് പറയാനാണോ? അത് ഞാൻ എന്നിലുള്ള അവശേഷിക്കുന്ന ആത്മവിശ്വാസത്തോടു കൂടി ഞാൻ എണീറ്റ് നിന്ന് ഞാൻ പൊരുതുകയാണോ അല്ലെങ്കിൽ പറയുകയാണോ വേണ്ടത്? അപ്പോൾ ഇതിലൊരു വിഷയം, ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നമുക്കറിയാം, സോഷ്യൽ മീഡിയയിൽ ആരെയും വിഡിയോയാക്കാം. നമുക്ക് അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്തിട്ട് ആരുടെ പ്രസംഗവും വേണമെങ്കിൽ സുമാർ അഴീക്കോടിനെ തന്നെ നമുക്ക് വിഡിയോയാക്കാം. എങ്ങനെയും ചെയ്യാം, എങ്ങനെയും വിഡ്ഢികളാക്കാമെന്നുള്ളതാണ്. പക്ഷെ ഇത് ഏതെങ്കിലും ഒരു വിഭാഗം മാത്രമല്ല ചെയ്യുന്നത്. ഇപ്പോൾ താങ്കളുടെ പ്രത്യയശാസ്ത്രത്തോട് ചേർന്ന് നിൽക്കുന്ന ഇടതുപക്ഷ ഹാൻഡിലുകളിലും ഇത്തരം പരിഹാസങ്ങളും ട്രോളുകളും വരുന്നുണ്ട്. അതേക്കുറിച്ചും ഈ വിമർശനം അവർക്ക് കൂടി ബാധകമല്ലേ? എങ്ങനെയാണത്? ഞാൻ പറയുന്നത് ഏതെങ്കിലും ഒരാളുടെ വ്യക്തിപരമായ കുറവിനെ, ഈ കുറവ് മാത്രമല്ല, അല്ല പൊതുവെ കുഞ്ഞാലിക്കുട്ടിയുടെ, കെ കരുണാകരന്റെ, ഞാനതാ പറയുന്നത്, ഏതൊരാളുടെ കുറവിനെയും സെലിബ്രേറ്റ് ചെയ്യല്ല വേണ്ടത്, പരിഹസിക്കുകയല്ല വേണ്ടത്. ഇതാണ് എൻ്റെ പക്ഷം. എന്നെ പരിഹസിക്കുന്നവരോടാണ് ഞാൻ എൻ്റെ മറുപടി ഞാൻ എല്ലാവരും കേൾക്കെ പറഞ്ഞത്. അതിപ്പോഴും എൻ്റെ നിലപാട് അത് തന്നെയാണ്.